ഹലോ, സുറൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് മുരിങ്ങയില പൊട്ടിച്ച് പരിപ്പിട്ടിട്ട് ഒരു സൂപ്പർ കറി ഉണ്ടാക്കിയാലോ. അതിനായി നമ്മൾ ഈ മുരിങ്ങയില ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. മുരിങ്ങയിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ധാരാളം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മുരിങ്ങയില കറി വെച്ച് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറക്കാനും ഷുഗർ കുറക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ രക്തക്കുറവുള്ളവർക്ക് അത് പരിഹരിക്കാനും ഇത് ഇടയ്ക്ക് കറി വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ 100 ഗ്രാം മുരിങ്ങയിലയിൽ തന്നെ 440 മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മുരിങ്ങയില വീട്ടിലുള്ളവർ കറിയായും തോരനായും ഒക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഊരിയെടുക്കണം. രാവിലെയൊക്കെ ഇത് കറി ഉണ്ടാക്കിയിട്ട് ചിലർ പത്തിരിയിലൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളിത് തലേ ദിവസം തന്നെ ശരിയാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഇലയെല്ലാം ഊരിയെടുത്തു. ഇനി നമുക്ക് ഇതൊരു പരിപ്പിട്ടിട്ടൊരു കറി ഉണ്ടാക്കണം. ഇതിനായി നമുക്ക് കുറച്ച് മുളക് വേണം. അപ്പോൾ മുളക് വീട്ടിലുള്ള മുളക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ വീട്ടിലൊക്കെ മുളകുള്ളവർ അത് എടുത്താൽ മതി, അതായിരിക്കും നല്ലത്. ഇതിനായിട്ട് നമ്മൾ ഇനി മുരിങ്ങയിൽ പരിപ്പിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ അതിനായിട്ട് നമ്മളിതാ ഇവിടെ 150 ഗ്രാം പരിപ്പാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അതിവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സബോള, 1 തക്കാളി, 6 മിളക്. അപ്പോൾ ഇതും കൂടി നമ്മൾ ഈ പരിപ്പിൽ ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതും കൂടി ഇതിലിട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് കുക്കറിൽ ഇതൊന്ന് വിസിലടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുക്കണം. വിസിൽ പോയതിന് ശേഷം ആദ്യം നമ്മൾ ഇത് ഇട്ട് വിസിലടിക്കുമ്പോൾ 2 വിസിലടിച്ചതിന് ശേഷം ആ വിസിൽ പോയതിന് ശേഷം നമ്മൾ മുരിങ്ങയില അതിലേക്ക് ഇടുന്നു. ഇനി നമ്മൾ ഈ കഴുകി വെച്ച പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ പച്ചമുളകും തക്കാളിയും സബോളയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഇനി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വിസിലടിച്ചെടുക്കണം. 2 വിസിലടിച്ചാൽ നമ്മളിത് കുക്കർ ഓഫാക്കി വെക്കുക. ഇപ്പോൾ പരിപ്പും തക്കാളിയും സബോളയും എല്ലാം നമ്മൾ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റണം. ഇതിപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അതിൽ നമുക്ക് ഇല കഴുകി വെച്ച മുരിങ്ങയില അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ മുരിങ്ങയില നമ്മളിതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുരിങ്ങയുടെ മരമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ഒരു മുരിങ്ങയുടെ കൊമ്പൊക്കെ ഒന്ന് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണത് നല്ലതാണ് കേട്ടോ. ഇതേപോലൊക്കെ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ കറി ഇല്ലാത്തപ്പോൾ തോരൻ വെക്കാനും പരിപ്പിട്ടിട്ട് ഇതുപോലെ വെക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ മുരിങ്ങ. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ കുക്കറിലിട്ടിട്ട് മുരിങ്ങയില വിസിലടിക്കാം. പക്ഷേ അപ്പോൾ നന്നായി വേവും. അപ്പോൾ അത് ഇതിൻ്റെ വൈറ്റമിൻസൊക്കെ കുറഞ്ഞു പോയാലോ എന്ന് കരുതിയിട്ടാണ് ഇത് ഞാൻ വിസിലടിക്കാതെ ഇതിലിട്ടിട്ട് സ്വല്പം നേരം ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിൽ തേങ്ങ അരച്ചിട്ട് കൂട്ടി കൊടുക്കണം. തേങ്ങയും കൂടി അരച്ചിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല മുരിങ്ങയില പരിപ്പ് കറി റെഡിയാകും. ഇപ്പോൾ ഇത് നമുക്ക് കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് പിന്നെ തേങ്ങ ഒന്നും ചേർക്കാതെ കഴിക്കുന്നവർക്ക് ഇതിങ്ങനെയും കഴിക്കാം. ഇനി ഇതിൽ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ട്, അതുകൊണ്ട് ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരപ്പ് തയ്യാറാക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് 1 തേങ്ങയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 3/4 തേങ്ങ ആണ് എടുക്കുന്നത്. ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2-3 ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ഇല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ അരപ്പ് കഴിഞ്ഞു. ഇനി നമുക്കിത് അതിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുരിങ്ങയില നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം.
ഇത്തിരി മഞ്ഞൾപ്പൊടി കുറവുള്ളതുപോലെ തോന്നുന്നു. അപ്പോൾ ഞാൻ ഇത്തിരിയും കൂടി മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഓരോരുത്തരെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചും ഒക്കെ അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ തേങ്ങ ചേർക്കുന്നതും. എല്ലാവർക്കും കൂടുതൽ തേങ്ങ ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് തേങ്ങ അരച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മുരിങ്ങയില കറി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീട്ടിൽ മുരിങ്ങയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. സൂപ്പർ ടേസ്റ്റാണ് ഈ കറി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.